ഐ തിങ്ക് ഇത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ദെൻ വൺസ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ആക്ടർ എൻ്റെ വളരെ നല്ല ഫ്രണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഐ വാസ് വെരി അൺകംഫർട്ടബിൾ ബിക്കോസ് എൻ്റെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാം. ഞാൻ പൊതുവേ അങ്ങനെ ആക്സസിബിളേ അല്ലാത്ത ആളാണ്. അങ്ങനെ വൺസ് ആൻ ആക്ടർ സെൻറ്റ് മീ എ ഷർട്ട്ലെസ് ഫോട്ടോ. നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരകയാണ് രഞ്ജിനി ഹരിദാസ്. തൻ്റേതായിട്ടുള്ള നിലപാടുകൾ കൊണ്ടും എന്നും പ്രേക്ഷകരെ കയ്യിലെടുത്ത ഒരു വ്യക്തി. എന്നാൽ ഗ്ലാമർ നിറഞ്ഞ ആ ശരിക്കും പ്രകടനത്തിനും പിന്നിൽ അവർ അനുഭവിച്ച ചില ഇരുണ്ട യാഥാർത്ഥ്യങ്ങളുണ്ട്. അടുത്തിടെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മോഡലിംഗ് എൻ്റർടൈൻമെൻറ്റ് രംഗത്തെ ചില മോശം അനുഭവങ്ങളെക്കുറിച്ചിട്ട് അവർ തുറന്നു പറയുകയുണ്ടായി. സത്യത്തിൽ ഇത് രഞ്ജിനിയുടെ മാത്രം കഥയല്ല. ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ചില പെൺകുട്ടികൾ നേരിടുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ഈ വിഷയം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തിനെ കുറിച്ചിട്ടാണ്. 14-15 വയസ്സുള്ളപ്പോഴാണ് രഞ്ജിനി മോഡലിംഗ് രംഗത്തേക്ക് വരുന്നത്. വലിയ സ്വപ്നങ്ങളുമായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന പലർക്കും നേരിടേണ്ടി വരുന്ന ആദ്യത്തെ പ്രശ്നമാണ് പ്രതിഫലം നൽകാതിരിക്കുക എന്നത്. ആലോചിക്കുന്നത് എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ഒരു പെൺകുട്ടി ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, ഫിലിം, ടെലിവിഷൻ, മീഡിയ, മോഡലിംഗ് ഒക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ചെറിയ പ്രായത്തിലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, വഴിതെറ്റിപ്പോയി, അവൾ അസത്താണ്, അവൾ ശരിയാവത്തില്ല. ഇത് ഞാനും കേട്ടു. സോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വളരെ ചെറിയ വിൽ സ്റ്റാർട്ട് റൈറ്റ് അറ്റ് ദ ബിഗിനിങ്. ഓക്കെ, സോ എൻ്റെ ഫസ്റ്റ് മോഡലിംഗ് അസൈൻമെൻറ്റ് എന്നൊക്കെ പറയാവുന്ന കാര്യം എനിക്ക് വരുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വഴിയാണ്. ലൂസി ആൻറ്റി എന്ന് പറഞ്ഞൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഐ മസ്റ്റ് ബിൻ 14 വയസ്സ്, 15 വയസ്സ്, ഐ എം നോട്ട് എക്സാക്ട്ലി ഷുവർ. അപ്പോൾ അവരുടെ വീട്ടിൽ എൻ്റെ മുടി വെട്ടാൻ എന്തോ പോയതാണ് ഞാൻ, മുടി വെട്ടാനോ എന്തോ, മുടി കളർ ചെയ്യാനോ സംതിങ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പം അവർക്ക് തോന്നി ഞാൻ മോഡൽ ചെയ്താൽ നന്നായിരിക്കും എന്ന്. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ആദ്യത്തെ ബാഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് ടൈം ഇൻഡസ്ട്രിയിൽ കാലുകുത്തി വെച്ചപ്പോൾ തന്നെ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, നല്ല ഭംഗിയുണ്ടല്ലോ കുട്ടിക്ക് മോഡലൊക്കെ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഇന്നത്തെ പോലെയല്ല, 2-3 മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അപ്പം മോഡലിംഗ് കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക് നോ. എൻ്റെ അമ്മ ലൈക്ക് നമുക്ക് ട്രൈ ചെയ്യാം, ബിക്കോസ് അമ്മയായിരുന്നു എൻ്റെ പുഷ്. അപ്പോൾ ഐ വാസ് ലൈക്ക് കാശ് കിട്ടൂ, കാശൊന്നും വേണം. ഞാൻ പണ്ടും ആർക്കും ഒരു കോപ്പും ഫ്രീ ആയി ചെയ്ത് കൊടുത്തിട്ടില്ല. ആദ്യകാലത്ത് ചെയ്ത ചില വർക്കുകൾ, അതിൽ പല വർക്കുകളിലും പ്രതിഫലം ലഭിച്ചിരുന്നില്ല. ചിലർ വണ്ടിച്ചെക്ക് നൽകി പറ്റിച്ചു. ഈ അനുഭവങ്ങളിൽ നിന്നാണ് അഡ്വാൻസ് വാങ്ങാതെ ഇനി ജോലി ചെയ്യില്ല എന്നും സ്വന്തം കഴിവിന് നമ്മൾ തന്നെ വിലയിടണം എന്നുമുള്ള വലിയ പാഠങ്ങൾ അവർ പഠിച്ചത് എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ കഥ മാറും. ഓക്കെ, സോ ഐ സ്റ്റിൽ റിമെമ്പർ പ്രീമിയർ ക്ലോക്സ്, അതാണ് ബ്രാൻഡ്. അതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഷൂട്ട് കോഴിക്കോട്, സെലക്റ്റായി. ലൂസി ആൻറ്റി ഉണ്ട്. ഞങ്ങൾ കോഴിക്കോട് പോകണം. എങ്ങനെ പോകണം? ടിക്കറ്റില്ല, ഒരു കുഴപ്പമില്ല. ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഗേറ്റിൻ്റെ ടിക്കറ്റില്ലല്ലോ, ഭയങ്കര ഫുള്ളായിട്ടുള്ളൊരു ട്രെയിനിൽ മറ്റേ ഡോറിൻ്റെ അടുത്ത് എൻ്റെ ബാഗിൻ്റെ മുകളിൽ ഇരുന്നാണ് ഞാൻ പോയത്. ഐ വിൽ നെവർ ഫർഗെറ്റ് ഇറ്റ്. ഐ എം 15 years old. സോ ഐ എം ലൈക്ക് ഇങ്ങനെയാണോ മോഡലിംഗ്? നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന മോഡലിംഗ് ഇങ്ങനെയല്ല. അമ്മയുണ്ട്. ലൈക്ക് ഐ ഡിഡ് നോട്ട് ലൈക്ക് ദാറ്റ്. ഐ വാസ് ലൈക്ക് വേർ ഇസ് ദ കാർ, വേർ ഇസ് ദി AC, നത്തിങ്. സോ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് എത്തുന്നു. എനിക്കറിയാത്ത കുറേ ആൾക്കാരാണ് ഇതിൽ. ഭയങ്കര വലിയ പ്രൊഡക്ഷനുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല, കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്കിതൊന്നും അറിയില്ലല്ലോ. ഞാൻ ഈ 15 വയസ്സായ കുട്ടി അവിടെ എത്തി തന്നെ ഈ 15 വയസ്സ് എന്നെ ഒരു സാരി, ഒരു നോട്ട് സോ ബ്യൂട്ടിഫുൾ അഗ്ലി പച്ച കളർ സാരി ഞാൻ മറക്കില്ല. ഞാനാണ് കല്യാണപ്പെണ്ണ്. തീം എൻ്റെയും ഏതോ ചെക്കൻ്റെയും കല്യാണമാണ്. നാട്ടുകാരൊക്കെ ഉണ്ട്, എന്തൊക്കെയോ നടക്കുന്നു, ചിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഞങ്ങൾക്കൊരു ചെക്ക് വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഐ എം നോട്ട് ഷുവർ. 2000 rupees, വിച്ച് ഇസ് വെരി ഗുഡ് മണി 15 വയസ്സിൽ. ഈവൻ ടുഡേ ഇറ്റ്സ് ഡീസെൻറ്റ്. ഒരാഴ്ച കടന്നു പോകാമല്ലോ, 2-3 ദിവസമൊക്കെ പോകാമല്ലോ. എന്നിട്ട് ഡൂഡ്, ഇത് നടന്നത് 1997-98, 2026 ആയിട്ടും എനിക്ക് ആ കാശ് കിട്ടിയിട്ടില്ല. വണ്ടി ചെക്ക്. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ബാഡ് എക്സ്പീരിയൻസ്. സമയം ഓക്കെ. അടുത്തത് ഞാൻ ചെയ്യുന്നൊരു ഫാഷൻ ഷോ ആണ്. സെയിം ടൈം. സോ ഫാഷൻ ഷോ, റാമ്പ് വാക്ക്. അത് ഐ വിൽ നെവർ ഫർഗെറ്റ് ഇറ്റ്. ഒരു ഹോട്ടലിൻ്റെ മുകളിൽ, തോപ്പുംപടിയിലുള്ള ഹോട്ടലിൻ്റെ മുകളിൽ കുറേ അപ്പോഴത്തെ മോഡൽസ്, എല്ലാം ഗുഡ് ലുക്കിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ് ഒക്കെ. ഞാൻ സ്കൂളിൽ പഠിക്കുന്നു, 10ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ സംതിങ്. മോഡലായിട്ട് പോകുന്നു. 500 രൂപ തരാമെന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി നടക്കുന്നു. ഒരാഴ്ച പ്രാക്ടീസ് കഴിഞ്ഞ് ഫൈനൽ ഫാഷൻ ഷോ നടത്തുന്നു. അത് ചെയ്യുന്നു. 500 രൂപ തരാമെന്ന് പറഞ്ഞു. അതും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല.
അതൊന്ന്. അപ്പം റാമ്പായി, തിയേറ്ററായി. ഇനി പ്രിൻ്റ് ആഡിനെ കുറിച്ച് ഞാൻ പറയാതിരിക്കാൻ നല്ലത്. അന്നത്തെ വളരെ വളരെ ഫേമസ് ആയ ഒരു ഫോട്ടോഗ്രാഫർ, മോഡൽ കോർഡിനേറ്റർ, വളരെ വളരെ ഫേമസ് ആയ കേരളത്തിലെ ഇന്ന് മുൻനിരയിൽ നിൽക്കുന്ന കുറേ, ഇപ്പോഴല്ല എൻ്റെ കാലഘട്ടത്തിലെ കുറേ ആക്ട്രസസ് ഒക്കെ ഭാഗമായ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു. അവർക്ക് കാശ് കിട്ടിയോന്ന് എനിക്കറിയില്ല, എനിക്ക് കാശ് കിട്ടിയിട്ടില്ല ഇന്ന്. തുടക്കക്കാർക്ക് ഇത് വലിയൊരു ഉപദേശം തന്നെയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോഴേക്കും ഫാഷൻ ഷോകളും ഷൂട്ടുകളും വളരെ ആഡംബരം നിറഞ്ഞതാണെന്ന് തോന്നും. എന്നാൽ അവിടെ എത്തുന്ന കലാകാരന്മാർക്ക് കുടിക്കാൻ വെള്ളമോ ഇരിക്കാൻ കസേരയോ വസ്ത്രം മാറാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു മുറിയോ പോലും ലഭിക്കാത്ത അവസ്ഥ പണ്ട് ഉണ്ടായിരുന്നുവെന്ന് രഞ്ജിനി പറയുന്നു. അതും ഒരു 500 രൂപയായിരുന്നു. അതും ഇറ്റ് വാസ് ഫോർ സം ബിഗ് ഫോർച്യൂൺ 500 ബ്രാൻഡ്. അതിൻ്റെ ആ ഒരു മാഗസീനിൽ വരാനുള്ള സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിന് പുറത്തായിരുന്നു ആ ഷൂട്ട്. ടിൽ ടുഡേ ഈ 3 പേയ്മെൻറ്റും എൻ്റെ ഈ ഫീൽഡിലേക്ക് ഞാൻ കാലെടുത്തി വെച്ച 3 പേയ്മെൻറ്റും എനിക്ക് കിട്ടിയിട്ടില്ല. അന്ന് ഞാൻ തീരുമാനിച്ച കുറച്ച് കാര്യങ്ങളാണ്. ചെക്ക് എന്ന് പറഞ്ഞ സാധനം ഈ ഇൻഡസ്ട്രിയിൽ കയറുമ്പോൾ എടുക്കരുത് പ്ലീസ്. 2, അഡ്വാൻസ് എടുക്കാതെ ഡോണ്ട് ഡു ഇറ്റ്. ആൻഡ് വളരെ ക്ലിയർ കട്ടായിട്ട് പൈസയുടെ കാര്യം നമ്മൾ സംസാരിക്കണം. അല്ലെങ്കിൽ എല്ലാവരും, നമ്മളൊരു ന്യൂ കമർ ആണെന്ന് വിചാരിച്ച് എല്ലാവരും നമ്മളെ ഒപ്പിക്കാൻ നോക്കും. ക്ലയൻസ് ആ സമയത്ത് നമ്മളൊരു ഫാഷൻ ഷോസിന് പോകുമ്പോൾ, ഞാൻ ഏറ്റവും കൂടുതൽ ഫാഷൻ ഷോസ് അപ്പോൾ പോയിക്കൊണ്ടിരുന്നത്, ഫാഷൻ ഷോന് പോകുമ്പം നമ്മൾ ചോദിച്ചില്ലെങ്കിലും നമുക്ക് വേണ്ടിയുള്ള ബേസിക് ഫെസിലിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. ലൈക്ക് വാട്ടർ, ഭക്ഷണം, ഇരിക്കാൻ ചെയർ, റെഡി ആവാൻ റൂം, ബേസിക് ആ കാര്യങ്ങൾ ഇന്ന് എനിക്കറിയില്ല, അന്ന് ഇതൊന്നും തരത്തില്ലായിരുന്നു. ഞാനതിനൊക്കെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫൈനലി അവർ നമുക്ക് തരാൻ സമ്മതിക്കും. നമ്മൾ 12 പെൺകുട്ടികൾക്ക് ഓക്കെ, 4 ആൺകുട്ടികൾക്ക് ഓക്കെ, കൂടെ വന്ന ആർക്കുമില്ല, കൂടെ വന്ന 10 പേര്. സോ അങ്ങനെ ഞാൻ കുറേ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഞാൻ എപ്പോഴും ഒരു ഷോന് ഇപ്പോഴും പോകുമ്പോൾ മറ്റേ മസിൽ മെമ്മറി എന്ന് വിചാരിക്കും. ആദ്യം ഞാൻ ചോദിക്കുന്ന ബോട്ടിൽ ഓഫ് വെള്ളം എനിക്ക് കസേരയാണ്. സോ വിച്ച് ഇസ് വെരി വെരി വെരി. ഇതിൽ കുറേ ആൾക്കാരുണ്ട് ഈ ഒരു ഷോൻ്റെ ഭാഗമായിട്ട്. ഐ തിങ്ക് ബഞ്ച് ഓഫ് ദം ഫേമസ് ആർട്ടിസ്റ്റ്സ്. ഐ ഡോണ്ട് വാണ്ട് ടു നെയിം എനി ഓഫ് ദം ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് തിങ്സ് കമ്മിങ് അപ്പ്. ഇതിനെതിരെ ശബ്ദം ഉയർത്തിയപ്പോഴൊക്കെ പലരും അവരെ അഹങ്കാരി എന്ന് വിളിച്ചു. എന്നാൽ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി മാന്യമായിട്ട് ജോലി ചെയ്യാറുള്ള സാഹചര്യത്തിന് വേണ്ടി സംസാരിക്കുന്നത് ഒരിക്കലും അഹങ്കാരമല്ല എന്ന് ഈ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ഈ കുറച്ച് പേര്, ഞാൻ അവിടെ റിഹേഴ്സലിന് എത്തിയ ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ റൂമിലേക്ക് ആൾക്കാർ രാത്രി വിളിക്കുന്നുണ്ട്, ഞങ്ങളുടെ റൂമിൽ വന്ന് നോക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അതിനിടയിൽ സ്പോൺസർ എന്നെയും വിളിച്ച് പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു സ്പോൺസർ വാണ്ട്സ് ടു മീറ്റ് യു ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ഐ സെഡ് ഞാൻ അവിടെ വരുമ്പോൾ എന്നെ മീറ്റ് ചെയ്യാം, ഹി ലൈക്ക് ടു ടേക്ക് യു ഫോർ ലഞ്ച്. ഐ സെഡ് ഐ വിൽ മീറ്റ് ഹിം, നോ പ്രോബ്ലം. ഞാൻ ആലോചിക്കുന്നില്ല. സോ ഐ ബി വെരി ഓണസ്റ്റ് വാട്ട് ഹാപ്പൻഡ്. ഓക്കെ, അങ്ങനെ ഈ സ്പോൺസർ വന്നു, ഞാൻ ഇയാളുടെ കൂടെ ലഞ്ചിന് പോയി കഴിഞ്ഞ് ലൈക്ക് ഐ വാസ് ഹംഗ്രി, ലഞ്ച് ടൈം ആയിരുന്നു, ലെറ്റ്സ് ഗോ. ദെൻ ഹീസ് ടെല്ലിങ് മീ നമുക്ക് കടയിൽ പോവാം. ഐ വാസ് ലൈക്ക് എന്തിനാ കടയിൽ പോകുന്നത്? അല്ല നമുക്കൊരു ഫോൺ വാങ്ങിക്കാം. ഐ വാസ് ലൈക്ക് എനിക്ക് ഫോൺ വേണ്ട. ലൈക്ക് പൊട്ടി. ആൻഡ് ലൈക്ക് ഐ വാസ് ക്വൈറ്റ് സോ സ്റ്റുപ്പിഡ് ബിക്കോസ് ഫസ്റ്റ് ടൈം ആണല്ലോ, നമുക്കറിയില്ലല്ലോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഇതെന്തിനാ വേണ്ട. അപ്പോൾ ഇത് വേണ്ട ഐ വാസ് നമുക്ക് തിരിച്ചു പോകാം. ഞാനങ്ങനെ പോയി. പിന്നെയാണ് ഇവർ ഇതൊക്കെ പറയണേ, നോക്ക് ചെയ്യുന്നു, ഫോൺ വിളിക്കുന്നു എന്നൊക്കെ പറയണത്. സോ ജനറലി അവിടെ സീൻ കുറച്ച് കോൺട്രയാണ്. ഓക്കെ, അപ്പോൾ ഐ വാസ് ലൈക്ക് ജസ്റ്റ് ഡോണ്ട് ബോദർ. ഇതൊക്കെ കഴിഞ്ഞു, നമ്മുടെ ഷോ കഴിഞ്ഞു. ഏതോ ഒരു സ്റ്റേജിൽ ഷോ കഴിഞ്ഞിട്ട് ഡിന്നർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോകണത് ഈസ് എവിടെയോ ഒരു ഉള്ള എവിടെയോ 1.5 hours away. ഷോ കഴിഞ്ഞ് വിശന്നിരിക്കുകയാണ് ഞങ്ങൾ. 1.5 hours away. മറ്റേ ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ്, അബ്ര, ഐ ഡോണ്ട് നോ. എൻ്റെ വേഗ് മെമ്മറീസ് ആണ്, അത്രയും പഴയ കാര്യമാണ്. 20 years ago, not 20, 18 years ago or something. അവിടെ കൊണ്ടുപോയിട്ട് ഡിന്നർ എന്ന് പറഞ്ഞു. ബേസിക്കലി അവരെന്താ ചെയ്തേക്കെന്ന് അറിയാമോ? ഡിന്നർ എന്ന് പറഞ്ഞിട്ട് അവരുടെ കുറേ ആൾക്കാരെ വിളിച്ചിട്ട് അവിടെ ഡിന്നർ. എന്നിട്ട് ലൈക്ക് there's alcohol. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പം കൂടെയുള്ള ആക്ടേഴ്സും ആർട്ടിസ്റ്റും ഒക്കെ കുറച്ച് വെയിറ്റ് ചെയ്ത് അൺകംഫർട്ടബിൾ ആയിപ്പോയി. അപ്പോൾ ഐ വാസ് ഓൾസോ വെരി വെരി ആംഗ്രി. ഇറ്റ് ലുക്ക്ഡ് ഷേഡി. ഇവരൊക്കെ വരുന്നു, ഇവരൊക്കെ ആൽക്കഹോൾ കുടിക്കുന്നു, ഞങ്ങൾ കുറച്ച് അൺകംഫർട്ടബിൾ ആയി, യുനോ. ഈ ഫീൽഡിലെ ഏറ്റവും വലിയൊരു ശാപമാണ് മോശം ഉദ്ദേശങ്ങളോട് കൂടിയുള്ള ചില സമീപനങ്ങൾ. പലപ്പോഴും സ്പോൺസർമാരിൽ നിന്നും ഷോ കോർഡിനേറ്റർമാരിൽ നിന്നും രഞ്ജിനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഡിന്നർ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അപരിചിതരായിട്ടുള്ള ആളുകളുടെ കൂടെ സമയം ചിലവഴിക്കുവാൻ നിർബന്ധിച്ചപ്പോൾ അതിനെതിരെ അവർ ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചു. ബോട്ടിൽ പണ്ടാരം വെള്ളത്തിൽ നടുക്ക്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഐ തിങ്ക് ഞാൻ ഭയങ്കര അധികം ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്ത ഒരു ദിവസം അതാണ്. അന്ന് ഞാൻ മറ്റേ ഭദ്രകളിയായി. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് റൈറ്റ്. ഐ ഫെൽറ്റ് ചീപ്പ്. ലൈക്ക്
ആൻഡ് ദർ വർ ലോട്ട് ഓഫ് വിമൻ. ഞങ്ങൾ കുറേ ഗേൾസ് ഉണ്ടായിരുന്നു അതിനകത്ത്. അതിൽ ഒരു ഗേളുടെ ഡാഡ് ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങളെയൊക്കെ അവിടം വരെ ഞങ്ങളുടെ പറയാതെ ഡിന്നറാണ് എന്ന് പറഞ്ഞിട്ട് അവിടം വരെ കൊണ്ടുപോയിട്ട് പിടിച്ച പോലെ. എന്നിട്ട് ഇവർ നമുക്കറിയില്ലല്ലോ ഇവർ അവരുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടോ, വാട്ട് എവർ. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി, ഒച്ചയും വെള്ളം ഉണ്ടാക്കി. മറ്റേ ഞാൻ അങ്കിളുടെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞാൽ അങ്കിൾ സംസാരിച്ചില്ല. അവരൊക്കെ കുറച്ച് they don't want to make an issue of it. അന്ന് I made a big issue. I said this is not Kerala, this is Dubai. ഒറ്റൊരു ഫോൺ കോൾ the cops will come. That I knew. Okay, and you better get us to the coast. ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വന്നൊരു ഭക്ഷണം ഇല്ല. അപ്പോൾ ഒരു പേയ്മെൻറ്റ്, ഐ തിങ്ക് ബെഡിങ് ആണെന്ന് തോന്നുന്നു, അതിനുവേണ്ടി മാസ്കറ്റ് ഹോട്ടലിൽ, ഐ സ്റ്റിൽ റിമെമ്പർ, ആഡ് അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചു, എല്ലാം കൺഫേം ചെയ്തു, സെറ്റാക്കി. ഞങ്ങൾ പോയി അവിടെ പോയി ആഡൊക്കെ ഫുൾ ഡേ ഷൂട്ട് ചെയ്തു. ക്ലയൻറ്റ് വന്നു, സംസാരിച്ചു, ഓക്കെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയും എന്നാൽ ഞാൻ പോവാണ്, നമുക്ക് പാക്കപ്പ് ചെയ്യാണ്. അപ്പോൾ അയാൾ പറഞ്ഞു അല്ല നിന്നൂടെ. അത് ശരിയില്ല, എനിക്ക് നിൽക്കണം, എനിക്ക് നല്ല പണിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഡ്രൈവറുണ്ട് ആഷിഖ്. ആഷിഖ് ഇസ് ലൈക്ക് മൈ യുനോ ഓൾ ഇൻ ഓൾ. ആ സമയത്ത് സ്റ്റാർ സിംഗർ ടു ഒരു 5-8 വർഷം അവനായിരുന്നു എൻ്റെ കൂടെ ഫുൾ ടൈം. നൗ ഹി ഹാസ് ഹിസ് ഓൺ എന്തായിരുന്നു അവൻ്റെ ട്രാവൽ ഹോളിഡേയ്സ്, മറന്നു അവൻ്റെ ട്രാവൽ കമ്പനീസ്, ഈസ് ഡൂയിങ് വെൽ. അപ്പോൾ ആഷിഖായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഒരു കോർഡിനേറ്ററാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ റൂമിലേക്ക് ഞാൻ പോയി കഴിഞ്ഞപ്പം അയാൾ പേയ്മെൻറ്റ് തരാൻ റൂമിലേക്ക് വന്നു. ഓക്കെ, പേയ്മെൻറ്റ് തരാൻ റൂമിലേക്ക് വന്നപ്പം പേയ്മെൻറ്റ് ഞാൻ വെച്ചാൽ താങ്ക് യു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ അവിടെ അല്ല നിൽക്കുന്നില്ലേ. ഐ വാസ് ലൈക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്തിനാണ് നിൽക്കുന്നത്. ഈസ് ലൈക്ക് അല്ല അതും ഇതിൻ്റെ ഭാഗമാണെന്ന്. ഐ വാസ് ലൈക്ക് വാട്ട് യു മീൻ അതും ഇതിൻ്റെ ഭാഗമാണ്. ഐ സെഡ് ആരാ തൻ്റെ അടുത്ത് പറഞ്ഞേ? കോർഡിനേറ്റർ പറഞ്ഞു എന്ന്. ഐ വാസ് ലൈക്ക് ഇവിടെ നിന്നിട്ട് എന്താ ഉദ്ദേശം? So basically, I'm supposed to stay and sleep with him. I'm like, what? ഇത്രയും ഡയറക്റ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ, I kid you not, this has never happened, right? So I'm like, oh wow, okay. ഒരു കാര്യം ചെയ്യാം, കോർഡിനേറ്റർ അല്ലേ പറഞ്ഞേ, താൻ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. എൻ്റെ റൂമിൽ, അപ്പോൾ റൂമിൽ നിന്ന് പുറത്താക്കണമല്ലോ, റൂമിൽ നിന്ന് അയാളെ വിളിച്ച് താഴേക്ക് ഞാൻ കൊണ്ടുപോയി. ആഷിഖിനെ വിളിച്ചു, ആഷിഖെ കോർഡിനേറ്ററിനെ വിളിച്ചു. ഞാൻ പുറത്തെ ഹോട്ടലിൻ്റെ പുറത്ത്, ഐ വിൽ നെവർ ഫർഗെറ്റ് ഇറ്റ്. ഞാൻ അവിടെ കോർഡിനേറ്ററിനെയും കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ കോർഡിനേറ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, താനാണോ ഇയാളുടെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇയാളുടെ കൂടെ കിടന്നുറങ്ങുന്നത്? അയ്യോ ഇല്ല മാഡം, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഇയാൾ ഇതിനെ എൻ്റെ അടുത്ത് ഇവിടെ നിൽക്കാൻ ചോദിക്കുന്നത് എന്ന് ഞാൻ ഡയറക്റ്റ്ലി ചോദിച്ചു. അതിന് ആഷിഖിനെ സൈഡ് നിർത്തിയിട്ട്. അവിടെ രണ്ടുപേരും കിടന്ന് പരങ്ങൊരു പരങ്ങലുണ്ട്, ഞാൻ മറക്കില്ല. സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും മുഖത്ത് നോക്കി നോ പറയുവാനും രഞ്ജിനി കാണിച്ച ധൈര്യം ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും വലിയൊരു മാതൃക തന്നെയാണ്. ഇതിനെല്ലാം പുറമെയാണ് വ്യാജ വീഡിയോകളും വാർത്തകളും ഒക്കെ നൽകുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്. എന്നിട്ട് I told him എനിക്ക് തൻ്റെ വീട്ടിൽ പോകണം, താൻ എന്നെ ഇപ്പം തന്നെ വീട്ടിൽ കൊണ്ടുപോക്കോ, ബിക്കോസ് അയാൾക്ക് ഭാര്യയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും കോമഡി അയാൾ പറഞ്ഞിട്ട് വേണ്ടത് വീട്ടിൽ അവർ ഡിന്നർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഭാര്യയും മക്കളും എന്നൊക്കെ. ഞാനതൊക്കെ ഓക്കെ പോണ വഴി ഭാര്യയും മക്കളെയും കണ്ടിട്ട് പോവാം എന്ന് വരെ പറഞ്ഞതാ. ഇതുകൂടെ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, ബിക്കോസ് എനിക്ക് കളി വന്നിരിക്കുകയാണ്. ഡൂഡ് ഇറ്റ് വാസ് ക്രേസി. എന്നിട്ട് ഞാൻ ഐ സെഡ് ബാ വീട്ടിൽ ആഷിഖാണെങ്കിൽ കുറച്ച് വലിയ സൈസ് ഉള്ളവനാട്ടോ. സോ നമുക്കൊന്ന് വഴിയിൽ ഞാൻ അവനെ ഇരുന്ന് ഞാൻ ക്ലാസ് എടുത്തു എത്തുന്നവരെ. അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഞങ്ങൾ എല്ലാവർക്കും പണി ഇതാണെന്നാണോ? നമ്മൾ ഈ ജോലി ചെയ്യാൻ വരുന്നു, ജോലി ചെയ്ത് പോകുന്നു, ലൈക്ക് വാട്ട് ഈസ് യുവർ, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ആൻഡ് എന്നിട്ട് ഭയങ്കര സോറി മാഡം ബ്ലാ 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 ബ്ലാ. ഐ എം ലൈക്ക് it doesn't even make sense. Like if I want to sleep with somebody, I will sleep with somebody I want to sleep with. മൈ ജോലി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഹു ഐ വോണ്ട് ടു സ്ലീപ്പ് വിത്ത്. അതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. അത് ഞാൻ ആരുടെ കൂടെ കിടന്നുറങ്ങുന്നില്ല എന്ന് എൻ്റെ പ്രശ്നമാണ്. ഇത് നാട്ടുകാർ ലൈക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എൻ്റെ ജോലി യു കനോട്ട് പേ ഫോർ ദാറ്റ് ഷിറ്റ്. ഇറ്റ്സ് expensive, it's unaffordable, you will not be able to pay for it because we have really high standards on these things, you guys. Like it's crazy high standards for എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ. സോ നൗ അയാളുടെ വീട്ടിലെത്തി താഴെ ഭയങ്കര സീൻ. ആൾക്ക് കയറണ്ട, ഞാൻ പറയും, ഞാൻ അയാൾ ഭീഷണിപ്പെടുത്തോണ്ടിരിക്കുക. ഞാൻ തൻ്റെ ഭാര്യ അടുത്ത് പറയും, തൻ്റെ ഭാര്യ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ഫൈനലി ഐ വാസ് ലൈക്ക് ഓക്കെ, കുടുംബം വന്ന് ഞാൻ നശിപ്പിക്കണോ? ഈ പഴയ ഒരു തോട്ട് ഉണ്ടല്ലോ, ഞാനായിട്ട് എന്തിനാ ഒരാളുടെ കുടുംബം നശിപ്പിക്കണേ, ഒന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആഷിഖിനെ നോക്കിയപ്പോൾ ആഷിഖും വാസ് ലൈക്ക് എന്നാലും ഞാൻ വീട്ടിൽ കയറും എന്ന് പറഞ്ഞിട്ട് ഡൂഡ് ആ വീട്ടിൽ കയറി. അമ്മുമ്മ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ, അവൻ്റെ ഭാര്യ, അവൻ്റെ കുറേ മക്കൾ, സിസ്റ്റേഴ്സ്, അവരുടെ മക്കൾ. ഇറ്റ് ഈസ് വൺ ഫുൾ ഓൺ കൂട്ടുകുടുംബം സീൻ ആൻഡ് ദ നൈസസ്റ്റ് പീപ്പിൾ. ഉഫ്, മോളെ എന്ന് വിളിച്ചിട്ട്, നമുക്കറിയാലോ ആ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ സൽക്കരിക്കുന്നത് ഫുൾ സൽക്കാരം. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇയാളെ ഒന്ന് നോക്കിയടാ പട്ടി, ഇതിനെപ്പോലെ എത്ര തെണ്ടികൾ ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് ഫ്ലാഷ് ആയിരുന്നു അന്ന്. ബിക്കോസ് ഒരു സൈഡിൽ മാന്യൻ എന്ന രീതിയിൽ ഒരു ലൈഫും മറ്റേ സൈഡിൽ പോക്രിത്രം. I don't know whether girls do this, boys do this, I don't know. But dude, that was my first like direct experience as somebody asked
തൻ്റേതല്ലാത്ത മറ്റൊരു പെൺകുട്ടിയുടെ പേരിൽ തൻ്റെ വീഡിയോ പ്രചരിച്ചപ്പോഴേക്കും രഞ്ജിനി അത് നേരിട്ട രീതി വളരെ ശ്രദ്ധേയമാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് കരഞ്ഞിരിക്കാതെ വളരെ കൂളായും ബോൾഡായും അവർ അതിനെ നേരിട്ടു. ആൻഡ് ഐ വാസ് ലൈക്ക്, എൻ്റെ അടുത്ത് 2 കാര്യമുണ്ട്. 2ആണ് ഏറ്റവും ഹിറ്റായ സാധനം. ഒന്ന്, ഞാൻ ടെക്കീലയുടെ ഷോട്ട് എടുക്കുന്നു ലൗഞ്ച് വെറ്റിയിൽ. അപ്പോഴത്തെ എൻ്റെ ബോയ് ഫ്രണ്ടും ഉണ്ട്. ആൻഡ് ഹീ സ്റ്റാൻഡിങ് വെരി ക്ലോസ് ടു മൈ ഫേസ്, നാക്കൊക്കെ പുറത്ത്. ഐ ഷോ യു ദ ഫോട്ടോ മൈ സെൽഫ്. ഓക്കെ, മൈ ഗോഡ്, ആ ഫോട്ടോ വന്നതിന് ശേഷം ഇറ്റ് വാസ് സച്ച് എ ബിഗ് ഡീൽ ബിക്കോസ് രഞ്ജിനി ഹരിദാസ് കള്ളു കുടിച്ചു വന്നു. സോ ഞാൻ പ്രായപൂർത്തിയായ കുട്ടിയാണ്, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, ഐ വാസ് അറ്റ് എ പാർട്ടി. ഏത് തെണ്ടി ആ ഫോട്ടോ എടുത്ത് പബ്ലിക്കാക്കി അവനല്ലേ പ്രശ്നക്കാരൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. യാ, ഐ ഹാഡ് എ ഗുഡ് ടൈം ഓൾസോ. നോ ഐഡിയ, ബാഡ് എക്സ്പീരിയൻസ് അല്ല, ബട്ട് ഐം സെയിങ് പീപ്പിൾസ് മെൻറ്റാലിറ്റി. അതുപോലെ തന്നെ ഓ മൈ ഗോഡ്, ലോകം ഭ്രാന്തായ മറ്റൊരു എക്സ്പീരിയൻസ് ആണ് രഞ്ജിനിയുടെ MMS വീഡിയോ. ഇന്നും വരും താഴെ എൻ്റെ കോമൻറ്റ് സെക്ഷനിൽ, ഓ ഇവള് ഏഷ്യ, ഇവളുടെ MMS വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? അന്നും ഇന്നും എന്നും ഞാൻ പറഞ്ഞ കാര്യം, ആ കൊച്ച് ഞാനായിരുന്നെങ്കിൽ ഐഡ് ബി വെരി ഹാപ്പി. ബിക്കോസ് ഭയങ്കര സൗന്ദര്യമുള്ളൊരു കൊച്ചായിരുന്നു അത്. സൗന്ദര്യം എന്ന് മാത്രമല്ല, എല്ലാം നല്ല പ്രൊഫഷണൽ ദൈവം കൊടുത്ത് വളർത്തി വിട്ടൊരു കൊച്ചാണ് ആ കുട്ടി. ഞാൻ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. ഷി വാസ് ബ്യൂട്ടിഫുൾ. ഷി വാസ് പ്രോബബ്ലി 36 D. എനിക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യമില്ല. ലൈക്ക് എന്ത് പൊട്ടന്മാരാ നിങ്ങൾ, എന്ത് വിശ്വസിക്കാൻ വേണ്ടിയിരിക്കുന്ന കുറേ പൊട്ടന്മാരുള്ളൊരു ലോകം. അത് ഇന്ന് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും കുറേയൊക്കെ. വീഡിയോ കണ്ടാൽ എൻ്റെ ഫേസ് ആണോ എന്ന് മനസ്സിലാവില്ല. ഇന്നത്തെ കാലത്ത് കുറേ ആൾക്കാർ യു ക്യാൻ സേ ഐ ആൻഡ് ഓൾ ദാറ്റ്. ഐ എം ടെലിങ് യു ഐ എം ഓക്കെ ബീയിങ് ദാറ്റ് ഗേൾ, നോ പ്രോബ്ലം, ബട്ട് ഇറ്റ്സ് നോട്ട് മീ, യു നോ. പക്ഷേ ദ amount ഓഫ് ഷിറ്റ്, ബാഡ് റെപ്യൂട്ടേഷൻ എന്നൊക്കെ പറയില്ലേ, ബാഡ് റെപ്പ് ഐ ഗോട്ട് ബിക്കോസ് ആരോ രഞ്ജിനി ഹരിദാസിൻ്റെ പേരിൽ അത് ഫേമസ് ആക്കിയതുകൊണ്ട്. ബിക്കോസ് ശരി ആ കൊച്ചു എന്നാ ചിരിച്ചേ, എൻ്റെ ശരി അങ്ങനെയാണല്ലോ. ഏതോ അറബികളുടെ ഇടയിലേക്ക് ഇത് രഞ്ജിനി ഹരിദാസ് എന്ന്. എൻ്റെ ദൈവമേ, അതൊക്കെ കുറേ കേട്ട് ഐ വാസ് വെരി അൺകംഫർട്ടബിൾ ബിക്കോസ് എൻ്റെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാം. ഞാൻ പൊതുവേ അങ്ങനെ ആക്സസിബിളേ അല്ലാത്ത ആളാണ്. അങ്ങനെ വൺസ് ആൻ ആക്ടർ സെൻറ്റ് മീ എ ഷർട്ട്ലെസ് ഫോട്ടോ ആൻഡ് ഐ വാസ് ലൈക്ക്, എന്നിട്ട് ഈസ് ആസ്കിങ് മീ തിരിച്ചൊരു ഫോട്ടോ അയക്കാൻ. ഐ സെഡ് ബൈ, വാട്ട് ഇസ് റോങ് വിത്ത് യു, നോട്ട് ഇൻട്രസ്റ്റഡ്. അങ്ങനെ ഒരാൾ. Once another music famous person, I'm not saying who, asked me if I was willing to sleep with him, and I was like not interested. അപ്പോൾ his standard dialogue is I will knock on every door. ഞാൻ മുട്ടാവുന്ന എല്ലാ വാതിലും മുട്ടും, തുറക്കുന്ന വാതിൽ തുറന്നാൽ കുഴപ്പമില്ല, ഓക്കെ ആണ്, നോ പ്രോബ്ലം, ഐ റെസ്പെക്ട് യു, വെൽ ഡൺ, ചെയ്തോളൂ, പെർമിഷൻ ചോദിച്ച് എന്ത് കുഴപ്പമുള്ള ചെയ്തോളൂ, പോടൊരു പോട്ടെ, ഇല്ലാത്തൊരു വേണ്ട. വൺ മോർ പേഴ്സൺ, അതും കൂടെ ഞാൻ പറയാം. ദർ ഇസ് എ മോഡൽ കോർഡിനേറ്റർ, ഷോ കോർഡിനേറ്റർ. I actually respect this guy, okay, because അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു, രഞ്ജിനി ഇങ്ങനത്തെ ഒരു ഇനോഗ്രേഷൻ ഉണ്ട് ഈ നാട്ടിലാണ്, ചോദിക്കുന്ന കാശ് തരും, പക്ഷേ ഐ വാസ് ലൈക്ക്, ചേട്ടാ ഈ പക്ഷേ വർക്ക് ആവില്ല, അത് എന്നോടല്ല ചോദിക്കട്ടെ. അപ്പോൾ ഹിൽ ബി ലൈക്ക് കുറേ പേരൊക്കെ പറയും. ഐ വാസ് ലൈക്ക് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന കുറച്ച് മോഡൽ കോർഡിനേറ്റേഴ്സും ഷോ കോർഡിനേറ്റേഴ്സും ഒക്കെ ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. പക്ഷേ അത് അവർ ചോയ്സ് ആർട്ടിസ്റ്റിന് ഇട്ട് കൊടുക്കുകയാണ്, വിച്ച് ഇസ് ആക്ച്വലി സോ സാഡ് ബിക്കോസ് നമ്മളൊക്കെയാൻ വൈ ആർ വി ഗോയിങ് ടു ഇനോഗ്രേറ്റ് പ്ലേസസ്? വി ആർ ഗോയിങ് ദർ ഓൺ ദ ബേസിസ് ഓഫ് ആ ക്രാഫ്റ്റ് അല്ലേ, നമ്മൾ ചെയ്ത ജോലിയിൽ നമ്മൾ ടാലൻറ്റഡ് ആണ് എന്ന് കാണിച്ചുകൊണ്ടല്ലേ നമ്മളൊരു ഉദ്ഘാടനത്തിന് പോകുന്നത്. അതല്ലാതെ എന്തിനാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഇനി അങ്ങനെ പോവുകയാണെങ്കിലും God knows, you know, whoever wants to invite, whoever can invite it, no problem. But there are, ഈ ഒരു ലോകത്ത് അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ബിക്കോസ് എന്നെ മൾട്ടിപ്പിൾ ടൈംസ് അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. അതല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ഷോസ് അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ പോയി ആങ്കർ ചെയ്തിട്ടുണ്ട്. സത്യം എന്താണെന്ന് അറിയാവുന്നിടത്തോളം കാലം ആരെയും ഭയക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് ഇവർ ഇതിലൂടെ നൽകിയത്. സുഹൃത്തുക്കളെ, രഞ്ജിനി ഹരിദാസ് പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് സിനിമ മോഡലിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന പലരും നിത്യേന നേരിടുന്ന കാര്യങ്ങളാകാം. കുറുക്കുവഴികളിലൂടെ പണം സമ്പാദിക്കുവാൻ നിൽക്കാതെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രഞ്ജിനിയുടെയും ഈ വാക്കുകൾ വലിയൊരു പ്രചോദനം തന്നെയാണ്. പുതുതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നവർ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ചൂഷണങ്ങളും നേരിടുവാൻ, തിരിച്ചറിയുവാനും ഒക്കെ ബോൾഡായിട്ട് നിൽക്കുവാനും ഈ തുറന്നു പറച്ചിൽ വളരെയധികം സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിനെ കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം വന്നിട്ട് എല്ലാവർക്കും പ്രിയങ്കരിയായ മലയാളി അവതാരക രഞ്ജിനി ഹരിദാസിൻ്റെ ഈ ഷൂട്ടിങ്ങും ഗ്ലാമർ ജീവിതത്തിൻ്റെ പിന്നിലുള്ള ഒരുപാട് കടുത്ത അനുഭവങ്ങളാണ്. ഒരു കാലത്ത് മലയാള ടെലിവിഷൻ രംഗത്ത് ഒരു മോണോപ്പൊളി തന്നെ സൃഷ്ടിച്ച വ്യക്തി. എന്നാൽ ഗ്ലാമർ നിറഞ്ഞ ശരിക്കും പ്രകടനത്തിന് പിന്നിൽ അവർ അനുഭവിച്ച ഇരുണ്ട യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് തുറന്ന് പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്.
അടുത്തിടെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മോഡലിംഗ് എൻ്റർടൈൻമെൻറ്റ് രംഗത്തെ ചില മോശം അനുഭവങ്ങളെ കുറിച്ചിട്ട് അവർ തുറന്നു പറഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സിനിമ, സീരിയൽ, മോഡലിംഗ് രംഗത്തിലേക്കൊക്കെ പോകുന്ന പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകുമെന്ന പൊതുബോധം സമൂഹത്തിൽ നിലനിൽക്കുന്ന സമയത്താണ് 14-ാമത്തെ വയസ്സിൽ രഞ്ജിനി ഈ മേഖലയിലേക്ക് വരുന്നത്. അവിടെ അവർ നേരിട്ടത് ചെറിയ പ്രശ്നങ്ങളല്ല. ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രതിസന്ധികളൊക്കെ മറികടന്നാണ് പലരും ഈ ഫീൽഡിലൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ലൂസി ആൻഡി എന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വഴിയാണ് വളരെ ചെറിയ പ്രായത്തിൽ രഞ്ജിനി തൻ്റെ ആദ്യത്തെ മോഡലിംഗ് അസൈൻമെൻറ്റിലേക്ക് എത്തുന്നത്. കോഴിക്കോട് നടന്ന ആ ഷൂട്ടിങ്ങിന് പോകാൻ ടിക്കറ്റ് പോലും ഇല്ലാതെ ട്രെയിനിലെ വാതിലിനടുത്ത് ബാഗിൻ്റെ മുകളിൽ ഇരുന്നാണ് ആ കുട്ടി യാത്ര ചെയ്തത്. കല്യാണ പെണ്ണായി ഒരുങ്ങി മണിക്കൂറുകൾ നീണ്ട ആ ഷൂട്ട് കഴിഞ്ഞപ്പോൾ പ്രതിഫലമായി ലഭിച്ചതോ ഒരു വണ്ടിച്ചെക്ക്. 1997 നടന്ന ആ സംഭവത്തിലെ തുക 2026 ആയിട്ടും അവർക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതവിടെ അവസാനിച്ചില്ല. തോപ്പുംപടിയിലെ ഒരു ഹോട്ടലിൻ്റെ മുകളിൽ നടന്ന ഫാഷൻ ഷോയ്ക്ക് വാഗ്ദാനം ചെയ്ത 500 രൂപയോ പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫർക്ക് പ്രശസ്തിയായ ഒരു മോഡൽ കോർഡിനേറ്റർക്കുമൊപ്പം ചെയ്ത ഒരു പ്രിൻ്റ് ആഡിൻ്റെ പണമോ ഒന്നും അവർക്ക് ലഭിച്ചില്ല. തുടർച്ചയായിട്ടുള്ള ഈ അനുഭവങ്ങളിൽ നിന്നാണ് ഇൻഡസ്ട്രിയിൽ പാലിക്കേണ്ട ചില നിയമങ്ങൾ രഞ്ജിനി സ്വയം രൂപപ്പെടുത്തിയത്. അഡ്വാൻസ് വാങ്ങാതെ ഇനി ജോലി ചെയ്യില്ല, ചെക്ക് സ്വീകരിക്കില്ല, പൈസയുടെ കാര്യം ക്ലിയർ ആയിട്ട് സംസാരിക്കണം തുടങ്ങിയ തീരുമാനങ്ങളൊക്കെയാണ് അവർ എടുത്തത്. അപ്പോൾ പുതുതായിട്ട് ഈ രംഗത്തിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ പാഠങ്ങളാണ് ഇതൊക്കെ. ഇനി മറ്റൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് നോക്കാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഫാഷൻ ഷോകളും ഷൂട്ടുകളും ഒക്കെ വളരെ ആഡംബരം നിറഞ്ഞതാണെന്ന് തോന്നും. എന്നാൽ അവിടെ എത്തുന്ന മോഡലുകൾക്ക് കുടിക്കാൻ ഒരു കുപ്പി വെള്ളമോ ഇരിക്കാൻ കസേരയോ വസ്ത്രം മാറാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു മുറിയോ പോലും ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നതെന്ന് രഞ്ജിനി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതിനെതിരെ അവർ പലപ്പോഴും ശക്തമായിട്ട് ശബ്ദം ഉയർത്തി. പലപ്പോഴും സെറ്റുകളിൽ അവർക്ക് ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മാന്യമായി ജോലി ചെയ്യാനുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് പലരും ഇവരെ അഹങ്കാരി എന്ന് വിളിച്ചത്. പാർവതി പോലുള്ള നടിമാർ സിനിമകളിൽ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ അടുത്ത കാലത്താണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രഞ്ജിനി ഇതിനെതിരെ ശബ്ദം ഉയർത്തിയിരുന്നു. അപ്പോൾ ഈ ഫീൽഡിലെ ഏറ്റവും വലിയൊരു ശാപത്തെക്കുറിച്ചിട്ടാണ് രഞ്ജിനി പറയുന്നത്. മോശം ഉദ്ദേശങ്ങളോട് കൂടിയുള്ള സമീപനങ്ങൾ. ഒരിക്കൽ ഈ ഷോയ്ക്ക് പോയപ്പോൾ സ്പോൺസർമാരിൽ നിന്നും രഞ്ജിനിക്ക് വളരെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷോ കഴിഞ്ഞതിന് ശേഷം ഡിന്നർ എന്ന് കള്ളം പറഞ്ഞ് അവരെയും കൂടെയുള്ള മറ്റു പെൺകുട്ടികളെയും ഒക്കെ 1.5 മണിക്കൂർ ദൂരെയുള്ള ഒരു ഐലൻഡിലേക്ക് കൊണ്ടുപോയി അവിടെ കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ സമയം ചിലവഴിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. സത്യം മനസ്സിലാക്കിയ രഞ്ജിനി അവിടെ വെച്ച് ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുകയും അവിടെ ഉണ്ടായിരുന്ന മറ്റാർക്കും ശബ്ദമുയർത്താൻ ധൈര്യമില്ലായിരുന്നിട്ടും ഒറ്റയ്ക്ക് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് കണ്ണൂരിൽ വെച്ച് നടന്ന മറ്റൊരു സംഭവത്തിൽ ഷൂട്ട് കഴിഞ്ഞ് പേയ്മെൻറ്റ് നൽകാൻ വന്ന വ്യക്തി അവിടെ നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് പരോക്ഷമായിട്ട് ചോദിച്ചു. വളരെ ധീരമായി ആ സിറ്റുവേഷൻ നേരിട്ട് രഞ്ജിനി അയാളെ കൂടെയുള്ള ഡ്രൈവറായ ആഷിഖിൻ്റെ മുമ്പിൽ വെച്ച് ചോദ്യം ചെയ്യുകയും അയാളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വഴിനീളെയുള്ള യാത്രയിൽ അയാൾക്ക് കൊടുത്ത ക്ലാസ്സും അയാളുടെ വീട്ടിലെത്തിയപ്പോൾ ആ വലിയ കുടുംബത്തെ കണ്ടപ്പോൾ രഞ്ജിനിക്ക് തോന്നിയ സഹതാപവും ഒക്കെ അവർ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പുറമെയാണ് വ്യാജ വീഡിയോകളും വാർത്തകളും ഒക്കെ നൽകുന്ന മാനസിക ബുദ്ധിമുട്ട്. ഇതും നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് നല്ല സൗന്ദര്യമുണ്ട് എന്നൊക്കെ പലരും തമാശ രൂപേണ പറയുമ്പോഴേക്കും സത്യം എന്താണെന്ന് അറിയാവുന്നിടത്തോളം കാലം ആരെയും ഭയക്കേണ്ടതില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശം ഇവർ ഈ കാര്യങ്ങളിലൂടെ തുറന്നും പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ പഴയ കാര്യങ്ങളാണെന്ന് കരുതിയാൽ തെറ്റി. അടുത്ത കാലത്ത് തനിക്ക് പരിചയമുള്ള ഒരുപാട് വർക്കുകൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ഒരു ആക്ടറിൽ നിന്ന് പോലും ഇത്തരം ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോകൾ അയച്ചു തന്ന് തിരിച്ച് ഫോട്ടോകൾ ചോദിച്ച ആ വ്യക്തിയുടെ നമ്പർ അവർ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. പണം കൊടുത്താൽ ശരീരം വിൽക്കാൻ തയ്യാറുള്ളവർ ഇന്നും ഈ ഫീൽഡിൽ ഉണ്ടെന്നും അങ്ങനെയുള്ളവർ ഉള്ളത് കൊണ്ടാണ് മാന്യമായിട്ട് ജോലി ചെയ്യുന്നവരെ ആളുകൾ വളരെ മോശക്കാരായിട്ട് കാണുന്നതെന്നും രഞ്ജിനി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ ഇൻഡസ്ട്രി പുറത്ത് കാണുന്നത് പോലെ തന്നെ വർണ്ണശബളമല്ല. ലൈം ലൈറ്റിൽ നിൽക്കുന്നവർക്ക് പിന്നെ കൈപ്പേറിയ ഒരുപാട് അനുഭവങ്ങളുടെ, കണ്ണീരിൻ്റെ, അതിലുപരി പോരാട്ടങ്ങളുടെ വലിയൊരു കഥയുണ്ടാകും. രഞ്ജിനി ഹരിദാസ് എന്ന വ്യക്തി പലപ്പോഴും അവരുടെ ബോൾഡായ പെരുമാറ്റത്തിൻ്റെ പേരിൽ, അവരുടെ സംസാര ശൈലിയുടെ പേരിൽ സമൂഹത്തിൽ നിന്നും ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ്. എന്നാൽ ആ ബോൾഡ്നെസ്
എവിടെ നിന്നാണ് വന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് അവരുടെ അനുഭവങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ചെന്നായ്ക്കളിൽ നിന്നും സ്വന്തം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ തന്നെ രൂപപ്പെടുത്തിയ ഒരു കവചമായിരുന്നു. കുറുക്കു വഴികളിലൂടെ പണം സമ്പാദിക്കുവാൻ നിൽക്കാതെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് അന്തസ്സോടെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ അനുഭവങ്ങൾ വലിയൊരു പാഠമാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ ഭയന്ന് പിന്മാറുകയോ നിശബ്ദരായിരിക്കുകയോ അല്ല വേണ്ടത്. നമ്മുടെ മുഖത്ത് നോക്കി വരുന്നവൻ്റെ മുഖത്ത് നോക്കി ശക്തമായിട്ട് നോ എന്ന് പറയുവാൻ പഠിക്കണം. പ്രതിഫലം കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങുവാനും നമ്മുടെ ജോലി ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തുവാനും എല്ലാവരും തയ്യാറാകണം. പുതുതായി സിനിമ മോഡലിംഗ് മേഖലയിലേക്ക് വരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇത് കേൾക്കണം, മനസ്സിലാക്കണം. സ്വന്തം ആത്മാഭിമാനത്തെക്കാൾ വലുതല്ല മറ്റൊരു പ്രൊഫഷനും എന്ന് തിരിച്ചറിവുണ്ടാകണം. രഞ്ജിനി ഹരിദാസിൻ്റെ ഈ തുറന്ന പറച്ചിലിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ധീരമായിട്ടുള്ള നിലപാടുകളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ ചിന്തകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഇതൊരു അറിവായിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അടുത്ത തവണ തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.